ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് സെർച്ച് ചെയ്തത് അപ്പോൾ മാറിപ്പോയി, ജാക്ക് ഫ്രൂട്ട് എന്നായി പോയത്. അങ്ങനെയാണ് ഈ ഫ്രൂട്ടിനെ പറ്റി അറിഞ്ഞത്? അങ്ങനെ അറിഞ്ഞത്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പേര് ഗൂഗിളിൽ തിരഞ്ഞപ്പോൾ ആർ വിഷ്ണുവിന്റെ ഫോണിൽ അബദ്ധത്തിൽ വന്നുപെട്ടത് മറ്റൊരു ഫ്രൂട്ടായിരുന്നു. അന്നുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഗാക്ക് ഫ്രൂട്ടായിരുന്നു അത്. തായ്ലൻഡ്, വിയറ്റ്നാം, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരുന്ന പഴം ഇപ്പോൾ കേരളത്തിൽ ചിലയിടങ്ങളിൽ വളർന്നു വരുന്നുണ്ട്. ഈ അറിവ് ആവേശമായി. ഒരു പൂവ് ചോദിച്ചവന് പൂക്കാലം കിട്ടിയതുപോലെയായി അത്. പിന്നെ തിരച്ചിൽ മുഴുവൻ ഗാക്കിനെ ചുറ്റിപ്പറ്റിയായി. സ്വർഗത്തിലെ കനി എന്നും പറയുന്ന ഗാക്ക് ഫ്രൂട്ടിന്റെ വിത്തിനായി അങ്കമാലി വരെ പോയി. വിത്ത് ഒന്നിന് 50 രൂപ വെച്ച് 300 രൂപയ്ക്ക് വാങ്ങി. പക്ഷേ അപ്പോഴായിരുന്നു ശരിക്കും പ്രശ്നം. പന്തൽ വിരിച്ച് കൃഷി ചെയ്യാൻ ആലപ്പുഴ കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ സ്ഥലമില്ല. ഇനിയാണ് ട്വിസ്റ്റ്. കോട്ടയം വെച്ചൂരിലുള്ള കൃഷ്ണ എഞ്ചിനീയറിംഗ് ആൻഡ് മെറ്റൽ വർക്ക്സിൽ ജോലി ചെയ്യുന്ന വിഷ്ണു തന്റെ സ്ഥാപന ഉടമ സി ധാരിയോട് ഗാക്കിനെ കുറിച്ച് പറഞ്ഞു. വർക്ക്ഷോപ്പിന് പിന്നിലെ സ്ഥലത്ത് നട്ടാലോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ യെസ് എന്ന മറുപടി ഒട്ടും മടിയില്ലാതെയായിരുന്നു. തന്റെ സ്ഥാപനത്തിലെ ജോലിക്കാരൻ ഈ കൃഷിയുടെ പിന്നാലെ പോകുമ്പോൾ ജോലി സമയത്തുണ്ടാകുന്ന നഷ്ടത്തേക്കാൾ വിഷ്ണുവിന്റെ ആഗ്രഹവും ആത്മാർത്ഥതയുമാണ് സി ധാരി വിലമതിച്ചത്. ഇതാണ് കാശ് മുടക്കി ഇതൊക്കെ വാങ്ങിയത്. ഞാൻ നട്ടെന്ന് മാത്രമേ ഉള്ളൂ. വിത്തെല്ലാം വാങ്ങിയത് മുതലാളിയെ. പൈപ്പ്, വല, എല്ലാ സാധനവും വാങ്ങിയത്, വളം വാങ്ങിയത് നമ്മൾ നട്ടെന്ന് മാത്രമേ ഉള്ളൂ. മുതലാളിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇൻട്രസ്റ്റ് ഉണ്ട്. അവൻ അതിന് റിസർച്ച് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എഫർട്ട് എടുത്തെന്നുള്ളതാണ് സത്യം. നല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇത്രയും ഹാർഡ് വർക്ക് ഇതിനു വേണ്ടിയിട്ട് അവൻ റിസർച്ച് ചെയ്ത് എല്ലായിടത്തും പോയി. ഇവന് നേരത്തെ എവിടെയാണ്, അങ്കമാലിയിൽ അല്ലേ, അങ്കമാലിയിൽ പോയിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വന്നിട്ട് ഇവനിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ എഫർട്ടിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത്ര സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ വിത്ത് വാങ്ങിക്കാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് ഇങ്ങനത്തെ ഫ്രൂട്ട് ഉണ്ടെന്നോ? എനിക്കൊരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇത് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കുമാണ് എനിക്ക് ഇവനിലുള്ള വിശ്വാസം ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ. ഇനിയിപ്പോൾ ഇവനെ എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. നട്ടുവളർത്തിയ ഗാക്കിന് പരാഗണം നടത്താനായി അങ്കമാലിയിൽ പോയി ആൺപൂവ് പറിച്ചുകൊണ്ടുവന്ന കഥ വരെ വിഷ്ണു പറയും. ഇവിടുന്ന് അങ്കമാലി ബൈക്കേ പോയി യോജപ്പുന്നങ്ങളുടെ വീട്ടിൽ ചെന്ന് ആൺപൂ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ വന്ന് കൊണ്ടുവന്ന് പോളിനേഷൻ ചെയ്തു. അങ്ങനെ പറ്റത്തുള്ളൂ അല്ലേ? എന്നിട്ട് ബാക്കി കൊണ്ട് മിച്ചുള്ള പൂവ് കൊണ്ട് ഫ്രിഡ്ജ് വെച്ച് പിറ്റേ ദിവസം എടുത്ത് പോളിനേഷൻ ചെയ്തു. എന്നിട്ട് നമുക്ക് കുഴപ്പമില്ലാതെ കാ കിട്ടി. ഇപ്പോൾ ഇവരുടെ ഗാക്ക് തോട്ടത്തിലേക്ക് ചെന്നാൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും ചുവപ്പും നിറമുള്ള വലിയ ബൾബുകൾ തൂങ്ങിക്കിടക്കുന്നത് പോലെ പന്തൽ നിറയെ ഗാക്ക് ഫ്രൂട്ടാണ്. ഇതിന്റെ ഉടമ ആരാണെന്ന് മുതലാളിയോട് ചോദിച്ചാൽ തൊഴിലാളിയാണെന്നും, തൊഴിലാളിയോട് ചോദിച്ചാൽ മുതലാളിയാണെന്നും പറയും. എന്തൊരു കോമ്പിനേഷൻ! ഇവന് അതിനെ ഓരോ പുഴുവിനെയും നോക്കിയിട്ട് അവിടെ പോയി സ്പ്രേ ചെയ്ത് ആ പുഴുവിനെയൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ആ ഒരു എഫർട്ടിനെ ഞാൻ എന്താ പറയുക, ശിരസാ നമിക്കുന്നു. അപ്പോൾ ഇനി വിപുലമാക്കാനുണ്ടാണ് മുഴുവൻ? പിന്നെ തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്ഥലമുണ്ട്, ഇത് കംപ്ലീറ്റ് ആയിട്ട് വിപുലമാക്കാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം.